വ്യസനപ്പെടാതിരിക്കൂ ഗിരീഷേ. ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഭാര്യയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ കേട്ടോ. എത്തിയില്ലേ? അമ്മായിപ്പനെ കണ്ടോ? എന്താണ് പറയാതെ പെട്ടെന്നൊരു വരവ്? വരൂ, അതോട്ടിരിക്കാം. ആനന്ദേട്ട പറഞ്ഞ പോലെ ഷർട്ട് ടക്കിങ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ ആനന്ദേട്ട, അപ്പോൾ ധൈര്യമായിട്ട് ടെൻഷൻ അടിക്കണ്ട. ഞാൻ കോളിലുണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. കല്യാണം വിളിക്കാൻ വന്നതായിരിക്കും അല്ലേ? കല്യാണവും വിളിക്കണം. അപ്പൂസ് എവിടെ? ആനന്ദേട്ട ഇപ്പൊ എവിടെ? എന്തായി? അമ്മായിപ്പം തെണ്ടിയുടെ മുമ്പിലാ. നിന്റെ സംശയമൊക്കെ മാറിയാണെന്താ? ആരോ റൂമൊക്കെ തയ്ച്ചു എന്ന് പറഞ്ഞ് നീ ഉണ്ടാക്കിയ പുകിലൊക്കെ മറന്നോ? അതോ ആളെ കണ്ടുപിടിച്ചോ? ആനന്ദേട്ട ടെൻഷൻ വേണ്ട, ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഒരു വലിയ മനുഷ്യനാണ്. നിങ്ങൾ ഒരു വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരൻ. ഞാൻ വെറുമൊരു സാധാരണക്കാരൻ. എൻ്റെ ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന ഒരു എൻ്റെ ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന ഒരു കൊച്ചു ലോകം. അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വന്നു. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാത്തൊരതിഥി വന്നു. എൻ്റെ കുടുംബത്തെ പോലും തകർക്കാൻ കെൽപ്പുള്ളൊരതിഥി. എൻ്റെ കുടുംബത്തെ പോലും തകർക്കാൻ കെൽപ്പുള്ളൊരതിഥി. ഇവന് തലയ്ക്ക് വല്ലതും പറ്റിയോ? പുറമേ പരിക്കൊന്നും കാണുന്നില്ല. അതൊക്കെ പോട്ടെ. അതൊക്കെ പോട്ടെ. കഴിഞ്ഞതൊക്കെ നമുക്ക് മറന്നൂടെ? അത് നീയോ ഞാനോ അല്ല തീരുമാനിക്കേണ്ടത്, അവളാണ്. ആ, പാർവതി വന്നല്ലോ. അവള് വന്നു. ആനന്ദേട്ടൻ ഞാൻ പറയുന്ന പോലെ പറ. അത് വേണോ? വേണം. കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്നല്ലേ? കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്നല്ലേ? കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. നീയും ഞാനും നീയും ഞാനും മാത്രമുള്ളൊരു ലോകം. നിന്നെ മാത്രം സ്നേഹിച്ചിരുന്ന ആ പഴയ മനുഷ്യനാവാൻ നിന്നെ മാത്രം സ്നേഹിച്ചിരുന്ന അവസരം കൂടെ തരണം. ആ പഴയ മനുഷ്യനാകാൻ എനിക്കൊരവസരം കൂടി തരണം. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. അന്നും അന്നും ഇന്നും എന്നും. അവനെ ഞാനെടുക്കാം. കല്യാണത്തിന്റെ മെയിൻ്റെനൻസ് പണികളുടെ ഇടയിൽ നിന്റെ വീടിന്റെ പെയിന്റിങ്ങും ചില്ലറ വർക്കുകളൊക്കെ തീർത്തിട്ടുണ്ട്. അതേതായാലും നന്നായി. വാ. താങ്ക്സ്. എന്തിന്? അച്ഛനും അമ്മയ്ക്കൊക്കെ മനസ്സിലായി ആർക്കും പറ്റത്തേ കാര്യം ചെയ്ത് വിനുവേട്ടനാണ്. ഞാൻ ഒരു സർപ്രൈസ് കൂടെ തരാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നെ കാണാനാണോ? ഞാൻ ആനന്ദേട്ടനെ കാണാൻ വരുന്നുണ്ട്. ഓ, നിന്നെ നേരി കാണാൻ ഭയങ്കര ഗ്ലാമർ ആണല്ലോടാ. ഇത് ഞാൻ ആനന്ദേട്ടനെ കാണുമ്പോ പറയാൻ വെച്ചിരുന്ന ഡയലോഗാ. സത്യമായിട്ടും എന്റെ ആനന്ദേട്ടൻ എന്തൊരു സുന്ദരനാ. ഈ ഡയലോഗ് നീ ഏട്ടത്തിയമ്മയുടെ മുമ്പിൽ വെച്ചെന്ന് കാച്ചിക്കോ. ഏട്ടത്തിയമ്മയുടെ അടുത്ത് പറയാൻ എന്റെ അടുത്ത് വേറൊന്നുണ്ട്. എന്റെ കയ്യിൽ ഒരു സാധനം കൂടെ ഉണ്ട്. വേണ്ട, സാരി നീ നിന്റെ ഏട്ടത്തിയമ്മയ്ക്ക് നേരിട്ട് കൊടുത്താൽ മതി. അതുമാത്രമല്ല, ചെറിയൊരു ഐഫോൺ. എൻ്റെ വക ആനന്ദേട്ടനൊരു ഗിഫ്റ്റ്. ജീവിതത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നു. ആദ്യത്തെ ഏതായിരുന്നു? നീ
നമുക്കിനി വേറെ എന്തൊക്കെ പരിപാടികളുണ്ട്. അല്ല ഏട്ടത്തിമ്മയുടെ ആ, നീ കണ്ടില്ലേ തറവാട്ടിലുണ്ടായിരുന്നല്ലോ. ഞാൻ അങ്ങോട്ട് പോയില്ല. രമണിക്ക് എന്തോ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണം. രാത്രി എന്താ? ഓട്സ്പുട്ട് ഓട്സ് പുട്ടാ? ഇത് നനയുന്നില്ല. ഏ? എന്താ ഇത്? എന്റെ പ്രോട്ടീൻ പൗഡർ എടുക്കാൻ നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? അയ്യോ ഞാൻ രാജി ചോദിച്ചില്ലേ എന്റെ പ്രോട്ടീൻ പൗഡർ എടുക്കാൻ നീ ആണോ എടുത്തു കൊടുത്തത്? ഇല്ല ഞാൻ കൊടുത്തില്ല. പിന്നെ ആരാണ് എടുത്തു കൊടുത്തത്? എടാ ഞാൻ സ്മൈൽ. അളയാ, ഞാൻ നിന്നോടൊരു വാക്ക് പറയട്ടെ. പ്രേമം അതൊരു സിനിമാ പേരല്ലേ? ഇപ്പോഴാടാ നീ പഴയതൊക്കെ മറന്നൊരു മിടുക്കനായത്. ഇനി നിന്റെ മുന്നിൽ മനോഹരമായൊരു ജീവിതമായിരിക്കും. മര്യാദയ്ക്ക് സത്യം പറയണ ആരാ എടുത്തതെന്ന്? പാർവതിയോ? ഞാനോ? ഞാനെന്തിനാ നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡർ എടുത്തിരുന്നു? ഞാനെന്തിനാ നിങ്ങളോട് കള്ളം പറയണം? ഓരോന്നോരോന്നായിട്ട് എനിക്ക് പണി തരാമെന്ന് ഇതാണോ പറഞ്ഞത്? അച്ഛാ ഞാനെന്തിനാ ചെറുക്ക് പണി കൊടുക്കുന്നേ? പാർവതി എന്തിന് കള്ളം പറയണം? നീയാണ് ഇതിനൊക്കെ വെള്ളം വെച്ച് കൊടുക്കുന്നത്. കൊള്ളാം. എനിക്ക് മസിൽ വെക്കാനുള്ളതാ, മനസ്സിലായോ? എന്തൊക്കെയോ രമണി. ശ്ശോ. പക്ഷെ അവളുണ്ടല്ലോ, നിന്നെ തേച്ചിട്ട് പോയ മറ്റവള്, എനിക്ക് ഉറപ്പാ അവള് നിന്നെ വിട്ടിട്ട് പോയി കെട്ടിയത് ഏതെങ്കിലും മണമുളാഞ്ചനായിരിക്കും. എന്നിട്ട് അവളിപ്പോ അവനെയും കെട്ടി വേറെ 3-4 കാമുകന്മാരുമായിട്ട് ഒരലന്ന ജീവിതമായിരിക്കും ജീവിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ടൊട്ടും വൈകാതെ ഒരു സുദിനത്തിൽ ആ മണ്ടന്റെ സ്വത്ത് മുഴുവൻ അവൾ അടിച്ചെടുത്തോണ്ട് അതിലേതെങ്കിലും ഒരു കാമുകന്റെ കൂടെ ഒളിച്ചോടും. അത്രയ്ക്കൊക്കെ വേണം. വേണം. നിന്നെ വേദനിപ്പിച്ചിട്ട് പോയ എല്ലാവരും അനുഭവിക്കണം. എന്നിട്ട് അവളെ കെട്ടിയ ആ മണ്ടൻ ഭാര്യ ഉപേക്ഷിച്ചു പോയ സങ്കടത്തിൽ മുഴുഭ്രാന്തനായി ഉടുതുണിയില്ലാതെ നിന്റെ മുമ്പിൽ കൂടെ തന്നെ ഇങ്ങനെ കറങ്ങുമടാ. വന്നല്ലോ. ഇതാണ് നീ കാത്തിരുന്ന നിന്റെ ചേട്ടത്തിയമ്മ പാർവതി. അല്ല, നിന്റെ മറ്റേ പിശാചിന്റെ പേരും പാർവതി എന്നല്ലേ? ലൈഫ് തന്നെ ഒരു കോമഡി. എന്തായാലും അത് നന്നായി. ഇനി ആ പേര് കേൾക്കുമ്പോ നിനക്ക് എന്റെ ഭാര്യയുടെ മുഖം അല്ലേ ഓർമ്മ വരും? അല്ലേ? ആ, കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊടുക്ക്. ഗിഫ്റ്റ് കൊടുക്കടാ, നിനക്കൊള്ള. ആനന്ദേട്ട, ഞാനൊന്ന് അങ്ങോട്ട്. നീ എവിടെ? മൂത്രമൊഴിക്കാനാണോ? ടോയ്ലറ്റ് അവിടെ അകത്ത്. അല്ല, എനിക്ക് പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാനത് എവിടെ പോന്നു? പ്ലംബിംഗുകാരൻ വരാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഇപ്പോഴാ? പോട്ടെ. അല്ല, പ്ലംബിംഗ് പണിക്ക് വിനു നോണേ, അവന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പാവം, ഞാനൊരുമാതിരി ഓവറാക്കി ചളവാക്കി. അവനിപ്പോഴും ആ ഷോക്കിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ല. പക്ഷെ മറ്റവളുണ്ടല്ലോ, അവൾ എവിടെ പോയാലും രക്ഷപ്പെടില്ല. വീടിന്റെ ടെറസ് ഇടിഞ്ഞു വീണ് ചാകാൻ കിടക്കുമ്പോ അവള് പാമ്പ് കൊത്തി മരിക്കും. ഫോൺ എടുക്കാൻ മറന്നു. വിനു അല്ലേ ഇപ്പൊ വന്നിട്ട് പോയത്? എനിക്ക് ആലോചിച്ചിട്ട് കയ്യും കാലും വിറയ്ക്കുന്നുണ്ടമ്മേ. നീ വെറുതെ ടെൻഷൻ ആവല്ലേ. എന്താ അവൻ്റെ ഉദ്ദേശം എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് തന്നെ അവൻ്റെ ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവൻ അത്രയ്ക്കൊക്കെ സ്മാർട്ടാണോ?
പണ്ടല്ലായിരുന്നു. എന്നിട്ടിപ്പോ നീ എന്താ ചെയ്യണേ? ഞാനോ? ഞാനിത് അവൻ കൊണ്ടുവന്ന സാരി ഉടുത്തോണ്ട് നിൽക്കുന്നു. എന്തിന്? ആനന്ദേട്ടന് ഇതെടുത്ത് കാണണമെന്ന്. ഓഫ്, നിന്റെ ഒരവസ്ഥ. ഹലോ പാറു, പാറു നീ കേൾക്കുന്നില്ലേ? ഹലോ. പെർഫെക്റ്റ് മാച്ച്. വിനുവിനെ സമ്മതിക്കണം. നീ നിനക്ക് വേണ്ടി തന്നെ ഒരു സാരി ചൂസ് ചെയ്താൽ പോലും ഇത്രയും മാച്ച് ഉണ്ടായിരിക്കില്ല. ഈ കളറിന്റെ പേരെന്തായിരുന്നു? റൂബി പിങ്ക്. റൂബി പിങ്ക്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഫസ്റ്റ് നൈറ്റിലും നീ ഇതേ കളർ സാരി കൊടുത്തിരുന്നു. ഞാനിപ്പോ നിന്റെ ഇഷ്ടങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് നീ ശ്രദ്ധിക്കുന്നില്ലേ? ആ, നമ്മള് അപ്പൂസ്. അവൻ ഉറങ്ങുകയല്ലേ? നമ്മുടെ അപ്പൂസ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങിയാൽ മതിയോ? എന്താ? ഞാൻ പാർവതിയാ വിളിച്ചത്. അതാ ചോദിച്ചത് എന്താന്ന്. ഞാൻ തേപ്പേട്ടി എടുക്കാൻ വന്നതാ. അവിടെങ്ങാനും കാണും. ഒച്ച ഉണ്ടാക്കാതെ എടുത്തിട്ട് പോയിക്കോ. ഇവിടെ മോൻ ഉറങ്ങുവാ. വിനു കൊണ്ടുവന്ന ഭാഗ്യം, സ്റ്റീലായതുകൊണ്ട് പൊട്ടിയില്ല. ഇതാണോ നിങ്ങളുടെ തേപ്പ് പൊട്ടി? ശരിയാണല്ലോ, മാറിപ്പോയതാ. ഹലോ, നീ തന്ന ഫോണിന്ന് ആദ്യത്തെ കോൾ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴേക്ക് ഇങ്ങോട്ട് വിളിച്ചു കള്ളൻ. ആനന്ദേട്ടാ, എന്താടാ ശബ്ദത്തിനൊരു കനം? നേരിട്ട് വന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഫോണിൽ വിളിച്ചത്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നീ പറയാൻ പോകുന്ന എന്താന്ന് എനിക്കറിയാം. നിനക്ക് ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നല്ലേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതല്ല ആനന്ദേട്ടാ. എടാ, കല്യാണം അടുക്കാറാവുമ്പോ നല്ല പേടിയും ടെൻഷനും ഒക്കെ വരുന്നത് സാധാരണയാണ്. പിന്നെ ആ പ്രേമം, അത് നിന്റെ ഉള്ളിൽ എത്രത്തോളം കുലുക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്നതല്ലേ. ആനന്ദേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഡാടാ, കല്യാണത്തിന് ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോ ഈ വർത്തമാനം പറഞ്ഞ വേറെ വല്ല ചെക്കനായിരുന്നെങ്കിലേ അടിച്ചവന്റെ മണ്ട ഞാൻ പൊട്ടിച്ചേനെ. ആനന്ദേട്ടാ,